നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? നമ്മളുടെ സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതിനെയാണ്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ ചോർന്ന് കിട്ടിയിട്ട് പല കമ്പനികളും അവരുടെ സേവനങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി നമ്മളുടെ നമ്പറിലേക്ക് നമ്മൾ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ വിളിച്ച് നമ്മളെ ക്യാൻവാസ് ചെയ്യാനും വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആ നമ്പർ ചോർന്നതുകൊണ്ടല്ലേ? ഈ നമ്പർ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ചെന്ന് പെട്ടതെന്നോർത്ത് നമ്മൾ പലപ്പോഴും അതിശയിക്കാറുണ്ടല്ലേ? ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും സർക്കാരിൻ്റെ വകയായി ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ ഫോൺ നമ്പർ അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു കടയിൽ പോയി റീചാർജ് ചെയ്യുമ്പോഴോ അതുപോലെ മറ്റ് പല സേവനങ്ങൾ തേടേണ്ടി വരുമ്പോഴും അതുപോലെയുള്ള സാഹചര്യങ്ങളിലും ദിവസേന നമ്മളുടെ മൊബൈൽ നമ്പർ പലർക്കും നമ്മളായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ശരിയല്ലേ? പലപ്പോഴും ഈ നമ്പറുകൾ പിന്നീട് അനാവശ്യ കോളുകൾക്കും സന്ദേശങ്ങൾക്കും ചിലപ്പോൾ സൈബർ അതിക്രമങ്ങൾക്കും വരെ കാരണമാകാറുണ്ട്. ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു മാസ് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നമ്മളുടെ പൊതുമേഖല ടെലികോം സേവനദാതാവായ BSNL. നമ്മുടെ വഴിവക്കുകളിലുള്ള പല റീചാർജിംഗ് പോയിന്റുകളിലും ഷോപ്പുകളിലും ഒക്കെ പോയി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനായി ഇനി നിങ്ങളുടെ നമ്പർ ഉച്ചത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിന് പകരമായി മറ്റൊരു വഴി തുറന്നിട്ടിരിക്കുകയാണ് BSNL എന്ന വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുവാനുള്ളത്. കവച് എന്നാണ് ഈ പുതിയ ഫീച്ചറിൻ്റെ പേര്. നിങ്ങളുടെ ഒറിജിനൽ നമ്പർ ആർക്കും നൽകാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാം എന്നതാണ് ഈ കവചിൻ്റെ ഹൈലൈറ്റ്. ഇനി ആദ്യമായി എന്താണ് ഈ കവച്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലളിതമായി പറയുകയാണെങ്കിൽ കവച് എന്നത് ഒരു സുരക്ഷാ കവചം തന്നെയാണ്. നിങ്ങളൊരു കടയിൽ റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ 10 അക്കം മൊബൈൽ നമ്പറിന് പകരം BSNL നിങ്ങൾക്ക് ഒരു താൽക്കാലിക നമ്പർ അല്ലെങ്കിൽ ഒരു വിർച്വൽ ഐഡൻറ്റിറ്റി നൽകും. ഈ നമ്പർ ഉപയോഗിച്ച് കടക്കാരന് റീചാർജ് ചെയ്യാൻ കഴിയും. കടക്കാരൻ്റെ സിസ്റ്റത്തിൽ ഈ താൽക്കാലിക നമ്പർ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ തുക കൃത്യമായി നിങ്ങളുടെ യഥാർത്ഥ BSNL നമ്പറിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇതിലൂടെ നിങ്ങളുടെ യഥാർത്ഥ നമ്പർ കടക്കാരനോ അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന മറ്റാർക്കെങ്കിലുമോ കേൾക്കാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല എന്നത് BSNL നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഉറപ്പുവരുത്തുന്നു. ശരി, ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായി ചെയ്യുക എന്ന് നോക്കാം. ഇതിനായിട്ട് പ്രധാനമായും 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, BSNL സെൽഫ് കെയർ ആപ്പിൽ പ്രവേശിച്ച് ആ ആപ്പ് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ BSNL സെൽഫ് കെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കവച് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീചാർജ് ആവശ്യങ്ങൾക്കായി ഒരു താൽക്കാലിക നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു SMS വഴി ഇത് ചെയ്തെടുക്കാം. ഈ ആപ്പ് ഇല്ലാത്തവർക്ക് സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവർക്കും SMS വഴി ഇത് ചെയ്യാൻ കഴിയും. ഇതിനായിട്ടൊരു പ്രത്യേക ഫോർമാറ്റിൽ മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു 10 അക്ക വിർച്വൽ നമ്പർ മറുപടിയായിട്ട് ലഭിക്കും. ഈ നമ്പർ കടയിൽ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിർച്വൽ നമ്പർ സ്ഥിരമായ ഒന്നൊന്നുമല്ല. ഇതൊരു നിശ്ചിത സമയത്തേക്ക്, ഒരു പക്ഷേ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഈ നമ്പറിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കടയിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഈ നമ്പർ കൊടുക്കേണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് ഇത് ജനറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒന്ന്, നമ്മളുടെ പ്രൈവസി. സ്ത്രീകളുടെ നമ്പറുകൾ റീചാർജ് കടകളിൽ നിന്നും ശേഖരിച്ച് അവരെ ശല്യം ചെയ്യുന്ന പ്രവണത ഇന്ന് വളരെ വ്യാപകമാണ്. കവച് വഴി നമുക്കിത് പൂർണ്ണമായും തടയാൻ കഴിയും. ഡിജിറ്റൽ സുരക്ഷ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ നമ്പർ നൽകുന്നുവെന്ന് നമുക്ക് പോലും പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളുടെ നമ്പറുകൾ നമ്മൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് അത് കേട്ട് സേവ് ചെയ്ത് പിന്നീട് ഒരിക്കൽ അത് ദുരുപയോഗം ചെയ്യാൻ കഴിയും. എന്നാൽ ഈ വിർച്വൽ നമ്പർ നിശ്ചിത സമയം കഴിഞ്ഞ് അസാധുവാകുന്നത് കൊണ്ട് അത് മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി സ്ത്രീകൾക്ക് പുറത്തുപോയി മൊബൈൽ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം ഈ ഒരു കവച് കൊണ്ട് ലഭിക്കുന്നു. സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിനിടയിലും സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന BSNLന്റെ ഈ നീക്കം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇതൊരു വലിയ മാറ്റമാണ്. നിലവിൽ ചില സർക്കിളുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സേവനം കേരളത്തിലടക്കം BSNL വ്യാപിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാർക്കും അമ്മമാർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു സുരക്ഷാ ഫീച്ചറിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഡിജിറ്റൽ യുഗത്തിൽ ഈ സാങ്കേതിക വിദ്യയെ നമുക്ക് സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ഇപ്പോൾ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കൂടുതൽ വാർത്തകൾക്കും കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കും അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സ്ഥിരമായി നിങ്ങൾ കാണണം. വീണ്ടും കാണാം മറ്റൊരു വാർത്തയുമായി. നന്ദി, നമസ്കാരം.